സാറ് എവിടെയാണ് കൃഷ്ണേട്ടൻ്റെ വീട്? നല്ലൊരു വായ്പക്കാരനായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് വായ്പയൊന്നും അടയ്ക്കണില്ല, ബ്രാഞ്ചിലേക്കൊന്നും വരണമില്ല. ചേട്ടാ, ഞങ്ങൾ കേരള ബാങ്കിൽ നിന്ന് വരാമെന്ന്. ഇവിടെ അടുത്ത് ഒരു കൃഷ്ണേട്ടൻ്റെ വീട് അറിയാമോ? കൃഷ്ണേട്ടൻ്റെ വീട് ആ തെങ്ങും തോപ്പിനപ്പുറത്താണ്. അവിടെ ഉണ്ടാവോ എന്നറിയില്ല. കൃഷ്ണേട്ടൻ ഇവിടുത്തെ നല്ലൊരു കർഷകനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൃഷിയെല്ലാം നശിച്ചു. അങ്ങനെ വലിയൊരു തുക അദ്ദേഹത്തിന് ചിലവായി. ഞാനും കുറച്ച് പണമൊക്കെ മുടക്കി ഇവിടെ കൃഷി ഇറക്കിയിട്ടുണ്ട്. ഒരു വായ്പ എനിക്കും തരപ്പെടുത്തി തരികയാണെങ്കിൽ ഈ കൃഷിയൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താമെന്നുണ്ട്. തീർച്ചയായിട്ടും കേരള ബാങ്ക് കർഷകർക്ക് വേണ്ടി വിവിധ ഇനത്തിലുള്ള കാർഷിക വായ്പകൾ ബാങ്ക് KCC പ്രകാരം ചെയ്തു കൊടുക്കുന്നുണ്ട്. സബ്സിഡിയും നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ചേട്ടൻ നാളെ ബാങ്കിൽ വരിക. നമ്മുടെ ബാങ്കല്ലേ, കേരള ബാങ്ക്. തീർച്ചയായും ചേട്ടനെ സഹായിക്കും. ശരി, നാളെ തന്നെ ബാങ്കിൽ വന്നോളൂ. ശരി ശരി. മാഡം, ഞാനൊരു വായ്പയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ കൃഷി നല്ല രീതിയിലാണ് തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ശരി, അപ്പോൾ ചേട്ടനൊരു കാർഷിക വായ്പന് വേണ്ടി വരാം അല്ലേ? അതെ. സ്കെയിൽ ഓഫ് ഫിനാൻസ് അനുസരിച്ചാണ് വായ്പയുടെ തുകയൊക്കെ നിശ്ചയിക്കുന്നത്. പിന്നെ നമ്മുടെ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട രേഖകളൊക്കെ എടുക്കണം. പിന്നെ ഇത് ഈ ഒരു ലോൺ ചെയ്യുമ്പോൾ നമ്മളതൊരു OD ആയിട്ടാണ് ചെയ്യാം. അപ്പോൾ ചേട്ടനെ സംബന്ധിച്ച് അതാണ് ഏറ്റവും നല്ല കാര്യം. കാരണം നമുക്ക് ആവശ്യമുള്ള പൈസ മാത്രമേ എഴുതിയെടുത്താൽ മതി. പിന്നെ അതിന് മാത്രമേ ഇൻട്രസ്റ്റ് ഈടാക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ അങ്ങനെ ചെയ്തു തരാൻ കുഴപ്പമൊന്നുമില്ല. കാർഷിക മേഖലയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ബാങ്കാണ് കേരള ബാങ്ക്. അതുകൊണ്ട് തന്നെ കേരള ബാങ്ക് എന്നും കർഷകരുടെ ഒപ്പം ഉണ്ടാകും. ചേട്ടൻ ധൈര്യമായിട്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കോളൂ. ഈ ലോണിൻ്റെ കാര്യം നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ. ശരി മാഡം, തൊട്ടടുത്ത ദിവസം ഞാൻ രേഖയ്ക്കായിട്ട് വരാം.